guys, welcome back to my YouTube channel. ഇന്ന് ഞാൻ റെഡി ആയിട്ടിരിക്കുന്നത് എന്താന്ന് വെച്ചാല് ഞാൻ ഇന്ന് ഒരാളുടെ വീട്ടിൽ പോവാണ്. ഇന്ന് പോകുന്ന ആളുടെ വീട് ആള് ആരാന്ന് വെച്ചാൽ വേറെ ആരുമല്ല, പാറു ചേച്ചിയാണ്. പാറു ചേച്ചിയുടെ അതിന് മുമ്പ് ഒരു വ്ളോഗില് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഹെയർ കട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, പാറു ചേച്ചി ഞാനും കൂടെ ഇങ്ങനെ കണ്ടുപിടിച്ച ആളാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ പാറു ചേച്ചിയുടെ വീട്ടില് ഞാൻ ഇതിനു മുമ്പ് പോയിട്ടുണ്ട്. അപ്പൊ ഇന്ന് ചേച്ചിയുടെ വീട്ടിൽ പോകാന്ന് വെച്ചു. ഇന്ന് എന്തായാലും ഫ്രീ ആയിട്ടിരിക്കണം. അപ്പൊ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് ഒരു ഡേ സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചു. ചേച്ചി ചെറിയൊരു പാക്കിങ്ങിനൊക്കെ കൂടെയാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം. ചേച്ചിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നാട്ടിൽ നിന്ന് മെസ്സേജ് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ. അപ്പൊ കാനഡ വരുന്ന സമയത്ത് എനിക്ക് ചേച്ചി പറഞ്ഞിട്ടുണ്ട് എന്ത് ഹെൽപ്പ് ഉണ്ടെങ്കിലും, ചേച്ചി ഇവിടെ കാൽഗറി തന്നെയാണ്, എന്ത് ഹെൽപ്പ് ഉണ്ടെങ്കിലും കോണ്ടാക്ട് ചെയ്യാന്ന്. നമ്മൾ അങ്ങനെ കോണ്ടാക്ട് ചെയ്ത് പരിചയപ്പെട്ടതായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ കാൽഗറി വന്ന ശേഷം ഞാൻ എല്ലാ ദിവസവും എൻ്റെ ഒരു ഗോ ടു ഫ്രണ്ട് സിസ്റ്റർ എല്ലാ രീതിയിലുള്ളൊരു ചേച്ചിയാണ് പാറു ചേച്ചി. ഞാൻ എന്തുണ്ടെങ്കിലും എൻ്റെ കരിയർ അഡ്വൈസ് ആണെങ്കിലും ലൈഫിന്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാം ഞാൻ ചേച്ചിയോട് ഡിസ്കസ് ചെയ്യും. എല്ലാ ദിവസവും നമ്മളായിട്ട് ഭയങ്കര കോണ്ടാക്ട് ഉള്ള ചേച്ചിയാണ്. അപ്പൊ ചേച്ചിയുടെ ഇന്ന് വീട്ടിൽ പോവാം. എന്നെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ആണ് തന്നത്. അപ്പൊ ചേച്ചിയുടെ വീട്ടിൽ പോകാനായിട്ടല്ല ഇപ്പൊ റെഡി ആയിട്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഒരു 40 minutes ഉണ്ട്. ഞാൻ രാവിലെ ലിംബി ഇറങ്ങിയപ്പോൾ കൂടെ ഇറങ്ങാന്ന് വെച്ചു, പക്ഷെ അത് ഇച്ചിരി നേരത്തെ ആവും. ഞാൻ നേരത്തെ ഇറങ്ങാം. അപ്പൊ ഇന്ന് റിലാക്സ് ചെയ്ത് കുളിച്ചൊന്ന് ഫ്രഷ് ആയി പതുക്കെ ഇറങ്ങാം. സീ ട്രെയിനിൽ പോവാന്ന് വെച്ചു. നിമ്മിക്ക് ഇന്ന് ഓഫീസുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് ഫ്രീ ആയിട്ടിരിക്കുകയാണ്. ഇപ്പൊ സീ ട്രെയിനൊക്കെ കയറാൻ ഏകദേശം പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നിമ്പി ഓഫീസ് കഴിഞ്ഞ് അങ്ങോട്ട് വരും. അപ്പൊ എന്നെ വന്ന് പിക്ക് ചെയ്യും. അങ്ങനെ ഇന്ന് അവിടെ സ്പെൻഡ് ചെയ്യാന്ന് വെച്ചു. ചേച്ചിയായിട്ട് നല്ല ഡേ സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചു. അവിടെ കുറെ വിശേഷങ്ങളുണ്ട്, അത് ഞാൻ അവിടെ എത്തിയിട്ട് പറയാം. ഇനി പോകുന്ന വഴിക്കൊക്കെ കാണാം കേട്ടോ. സീ ട്രെയിൻ നല്ല കാലിട്ടുണ്ട്, വർക്കിന്റെ ആയതുകൊണ്ടായിരിക്കും. സീ ട്രെയിൻ ഒക്കെ ഇറങ്ങി ഇനി ഒരു ബസ് കൂടി കയറിയാൽ മതി. ആ ബസ് ചേച്ചിയുടെ വീട്ടിന് ഫ്രണ്ടിൽ തന്നെ ഇറക്കും. ഞാൻ ഒരാഴ്ച ഇതിനു മുമ്പ് പോയിട്ടുണ്ട് കേട്ടോ, അപ്പൊ എനിക്ക് കറക്റ്റായിട്ട് അറിയാം. ഇതാണ് കഥാനായികയുടെ വീട്. ഇതാണ് ഞാൻ പറഞ്ഞ പാറു ചേച്ചി. എന്താണ് പരിപാടി? വീടിന്റെ പുറത്ത് മാത്രമല്ല, ഒരു വിശേഷമുണ്ട്, അത് പിന്നെ ചേച്ചി തന്നെ റിവീൽ ചെയ്യുന്നതായിരിക്കും. ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് മാറുകയാണ്, അതാണ് അവളുടെ വിശേഷം. അപ്പൊ ഇവിടെ ഫുൾ വൃത്തിയായിട്ട് കിടക്കണം. അപ്പൊ ഇവിടെ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു വീടാകെ കാണിക്കാൻ പറ്റൂല. ഇതാണ് തരുൺ ചേട്ടൻ. എല്ലാവർക്കും ചേട്ടനെ അറിയായിരിക്കും. ചേട്ടൻ ഭയങ്കര ഫേമസ് ആണ്. തരുണം ബ്രേക്കാണ്, ബ്രേക്ക്. എന്താണ് കുട്ടി ആ വിശേഷം? ഞാൻ വീഡിയോ തുടങ്ങിയ പറഞ്ഞില്ലേ ഒരു ചെറിയൊരു വിശേഷം ഉണ്ടെന്ന്. അപ്പൊ അത് പ്രാർത്ഥിച്ച് എന്നെ കറക്റ്റ് റിവീൽ ചെയ്യുന്നതായിരിക്കും ആ വിശേഷം. ഭയങ്കര വിശേഷമാണ്. ഞങ്ങളിപ്പോ 2 വർഷമായി നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഞങ്ങൾ മൂവ് ചെയ്യാണ്. അതാണ് വിശേഷം. ഒന്നുമല്ല, ഇന്നാണ് മൂവ് ചെയ്യേണ്ടത്. പക്ഷെ കണ്ടില്ല, കാണിച്ചു കൊടുക്കണേ. ഇവിടെ എല്ലാം പാക്കിങ്ങും എല്ലാം ആയിട്ടിരിക്കുകയാണ്. ബ്രീഫായിട്ട് കാണിച്ചു തരാം. ഇവിടെ മൊത്തം പാക്കിംഗ് സീൻസ് ആണ്. എല്ലാവർക്കും പാക്ക് ചെയ്യുന്നതിൻ്റെ ഡിഫിക്കൽട്ടി കറക്റ്റായിട്ട് അറിയാം നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന ടൈമിൽ. സോ അതാണ്. സ്നോയൊക്കെ വരുമ്പോൾ ഇവിടെ മൊത്തം സ്നോ ആണ്. ഇവിടെ കാശി ഇവിടെ ഇല്ല, കാശി ഡേ കെയറിലാണ്. എന്താണ് കുട്ടി നോക്കുന്നത്? ഫീനോന്റെ ഹെയർ ഓയിൽ എവിടെയോ വെച്ചു, അത് എവിടെ തപ്പുകയായിരുന്നു. ഒന്നും ഓർമ്മയില്ല, ബോധമില്ല. ചേച്ചി പറഞ്ഞ പോലെ തന്നെ ചേച്ചി വീട്ടിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യാം കേട്ടോ. ചേച്ചി ഇവിടെ കാനഡ വന്നിട്ട് 2 വർഷമായി. നാട്ടിൽ നിന്ന് തന്നെ കുറേ സാധനങ്ങൾ കൊറിയർ ചെയ്തും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെ ഫീനോയുടെ ഓയിൽ കാണുന്നില്ല. ചേച്ചി ഇതാ ലഞ്ചിന് വേണ്ടിയിട്ട് മേടിച്ചതാണ്. എന്താണിപ്പോ? കാശി ഡേ കെയറിലാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ കാശിനെ പിക്ക് ചെയ്യാൻ പോവാട്ടോ. ഇപ്പൊ ഇതാണ് യു ഹോള്. ഇതിൽ കൊറേ കയറുമല്ലോ. ഇതാട്ടോ അവര് ഷിഫ്റ്റ്. ഞാൻ തരാം. ഇതാട്ടോ അവർ ഷിഫ്റ്റ് ചെയ്യാൻ നേരം എടുത്ത യു ഹോള്. അത് ഇന്ന് സാധനങ്ങളൊക്കെ കയറ്റുകയാണ്. ഇങ്ങനെ അറ്ററ്റ പോലെ സംസാരിക്കുന്നുണ്ട്. ഇതാണ് ഇതാണ് നമ്മൾ കാത്തിരുന്ന യു ഹോൾ.
ഇത് തരണം എങ്ങനെ തുറക്കണം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ തുറക്കും നമുക്ക് വീഡിയോയിൽ കാണാം. അങ്ങനെ മുകളിലോട്ട് വെക്ക്. എല്ലാവർക്കും ട്യൂട്ടോറിയൽ ആയിക്കോട്ടെ. എങ്ങനെ ഞങ്ങൾ അപമാനിക്കരുത് കേട്ടോ. ചേട്ടൻ തുറക്കുമോ ഇല്ലയോ? ഇല്ല ഇനി കട്ട്. ഇനി ഞങ്ങൾ തുറക്കുമ്പോൾ വിളിക്കാൻ. ഓക്കെ, തുറന്നിരിക്കുകയാണ് ഗൈസ്. ആയ നമുക്ക് ഇന്നത് കയറിയല്ലേ. നല്ല സ്ഥലം ഉണ്ടല്ലോ. ഒരു സൈഡ് സോഫ, ഇവിടെ ഒരു കസേര, അതുകൊണ്ട് ഇത്രയും സ്ഥലം പോകും. ബെഡ് ഒരു സൈഡിൽ വരണം. ബോക്സുകളും പെട്ടികളും അവിടെ അവിടെ മറ്റേ നീ അത് പിടിച്ചിട്ട് ആ ബാൻഡിൽ ഇങ്ങനെ പിടിച്ചു. നമ്മൾ യു ഹോളിലേക്ക് ഇനി എല്ലാം പതുക്കെ മൂവ് ചെയ്യുമെന്ന്. ഇപ്പൊ നമ്മള് കാശിനെ പിടിക്കാം. അങ്ങനെ നമ്മള് കാശിന്റെ ഡേ കെയറിന് ബൈ പറയുകയാണ്. അനുവിന് ബൈ പറയുകയാണ്. ഹായ് ഹായ്. കാശി എല്ലാരോടും ബൈ പറഞ്ഞോ? നീ ഫ്രണ്ട്സിനോടൊക്കെ ബൈ പറഞ്ഞോ? വി ആർ ഗോയിങ്. ഇനി ഇങ്ങോട്ട് വരുന്നില്ല. ഫ്രണ്ട്സ് ഗോൺ. അനുവിന് ഹഗ് കൊടുത്തോ? Friends gone. Home. Everybody knows. Very good smell. Hi, Kashi. Anu, these are all like frozen. Okay. Kashi. All right. Thank you so much. And everything is done? No, it's not done. But I was telling Taran like I'll be missing. I know. Same here. But you, when you come, just let me know. Okay, speak alone. Definitely. Oh. And he is not understanding anything. Anu, and thanks for everything. Thank It's been a great, thank great you support so to us. much. I mean, we're gonna miss. Everybody will miss. For sure, he's going to miss everyone. Yeah, here. Yeah. His friends. Even today they were talking about like, you know, oh, we're gonna miss you, Kashi. We're gonna miss Did he you. tell everyone that he's going? Like, I told him today morning, like to tell everyone. He said everybody like I'm going to Kelowna. I'm going to Kelowna. I go see Anne's school. Kelowna. See? I go Kelowna and play. You go Kelowna and play? And play. Yeah, he said it's a big playground over there. I see a big playground. Oh, a big playground? Wow. You're gonna miss everybody? Yes. Yeah? Who are you gonna miss? We'll call her, no? Like Kashi? Veera. And? You can Lokesh. all day. Anu. We'll see you soon, okay? Bye-bye. And his blanket. Stuffs. Bye. All the best. Yeah, bye. Mom. അത് ഞാൻ പറഞ്ഞില്ലല്ലോ, ഇവർ മൂവ് ചെയ്യുന്നത് കെലോന എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇവിടുന്ന് 7 hours അടുപ്പിച്ച് ഡ്രൈവ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കാശിക്ക് ഡേ ഹോമും ചേഞ്ച് ചെയ്യണമല്ലോ. ഇവിടുത്തെ ഡേ ഹോമിലെ കാശിയുടെ ലാസ്റ്റ് ഡേ ആയിരുന്നു കേട്ടോ ഇന്ന്. അത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഇമോഷണൽ മൊമെന്റ് ആയിരുന്നു. കാനഡയിലെ അവന്റെ ഫസ്റ്റ് ഡേ ഹോം ആയിരുന്നില്ലേ. വേറെ ആന്റി കാശി. കാശിയുടെ ഒരു ടൈം എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ്. കാശിക്ക് എന്ത് ചെയ്യണം പറഞ്ഞൂടാ. ഇവിടെ പാർച്ചേച്ചിയുടെ വേറെ 2 ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ പാക്കിങ്ങിൽ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യം കണ്ടിട്ട് പേടിയാണ്. ഞാൻ ഈ ഒരു ഭാഗം മാത്രമാണ് എടുക്കുന്നത്. നമ്മളെ സഹായിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. ചട്ടിയൊക്കെ ആയിട്ട്. ഇതെന്താണ് കയ്യില്? ടൂൾസ് ആണെന്നൊക്കെ.
കേറിയാലും അവര് റിക്രിയേഷന് പോയി. ഏകദേശം പാക്കിംഗ് ഒക്കെ ഇത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയിട്ടുണ്ട് പാക്കിംഗ് ഒക്കെ. നിംബി ഓഫീസിൽ നിന്ന് വന്നു, പാക്കിംഗ് തുടങ്ങി. കാശിയുടെ വേൾഡിലാണ്. കാശി എന്താ ചെയ്യണ? കാശി മണ്ണി കളിക്കില്ലേ? കാശി ഫിദാന്റെ ഇഷ്ടമാണ് കാശിക്ക്. ചേച്ചി ഇപ്പൊ നമ്മള് ഒരു ദിവസത്തിനകത്ത് ഇവിടുന്ന് മാറുകയാണ് ചേച്ചി. 2 വർഷമായിട്ട് കാനഡയിൽ വന്ന് ഫസ്റ്റ് വന്ന വീടാണിത്. അപ്പൊ ഈ ഒരു മൊമെന്റില് എന്താണ് ശരിക്കും തോന്നുന്നത്? ശരിക്കും ഭയങ്കര വിഷമമുണ്ട്. എന്നുവെച്ചാ നമ്മൾ ആദ്യമായിട്ട് വന്ന്, അതായത് ശരിക്കും കാനഡയിൽ നമ്മളിങ്ങനെ ഒന്നൊരു ജോലി കണ്ടുപിടിച്ചത് നമ്മുടെ കുറേ സമയങ്ങൾ ഈ വീട്ടിലായിരുന്നു. അപ്പൊ വിളിക്കാം, പോലീസിനെ ഒന്ന് വിളിക്കോ ചേട്ടാ. ഇപ്പൊ വരും ഈ മണ്ണ് വരുന്നേന്. നിങ്ങളുടെ കൊറേ മൊമെന്റ്സ് കണ്ട വീടാണിത്. വന്നൊരാള് ഇവിടെ കണ്ട നന്നായിട്ടുണ്ട്. കാശിയുടെ ടോയും വെച്ച് അത് ഒടിഞ്ഞു പോരാ, 5 കഷ്ണമായി പോവും. ഇത് കാശി നിന്റെ സൈക്കിള് ഫിദാൻഡി എടുത്തടാ. ഫിദാൻഡി എടുത്തോണ്ട് പോണ്. യുവർ സൈക്കിൾ. Fidandy is riding a cycle, Kashi. വൺ പാക്കിംഗ് ആണ്, വൺ പണിയുണ്ട്, നന്നായിട്ട് പ്രയത്നിക്കുന്നുണ്ട് എല്ലാവരും. വല്ലാത്ത ഷേപ്പാണ്. പിന്നെ ഇതുകൂടെ വെച്ചാൽ കണ്ണാടി ഈ പെട്ടിയാ കാശി കണ്ടോ ഗൈസ്? കാശി ഇതിന്റെ അകത്ത് എല്ലാവർക്കും പാക്കിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? പാക്കിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് എന്തെങ്കിലും ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. ഇവിടെ എല്ലാം കണ്ട കാലിയായി, ഇതെല്ലാം കാലിയായിട്ടുണ്ട്. ഇനിയിപ്പൊ ബെഡ് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം ഇവിടെ കാലിയായി. ഇവിടെയൊക്കെ കാലിയായി, ഇത് കാലിയായി. ഇവരൊക്കെ പോവാണ്. എല്ലാരും ഭയങ്കര സഹായമായിരുന്നു ഇന്ന്. എന്തായിരുന്നല്ലേ വന്നപ്പോൾ ഉള്ള അവസ്ഥ. എല്ലാം ഇപ്പൊ കഴിഞ്ഞു. താങ്ക് യു ഗൈസ്. അങ്ങനെ വിജയകരമായിട്ട് എല്ലാം പാക്ക് ചെയ്ത് രാത്രി തന്നെ യു-ഹോളിൽ എല്ലാ സാധനങ്ങളും കയറ്റി നമ്മൾ കാലിയാക്കി വീട്. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണാൻ. ബൈ.